സയൻസ് ഫിസിക്സിന്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീൽസ് അക്കാഡമിയുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ PG ലെവൽ PSC ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാം ആണ് സയന്റിഫിക് ഓഫീസർ MSc ലെവലിലുള്ള ഒരു എക്സാം ആണ്. സോ ഫിസിക്സ് പഠിച്ചവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഈ തവണ 10 മോഡ്യൂളില് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, കുറെ ഫോർമുലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ഇക്വേഷൻസ് ഉണ്ടാവും. ഇതില് ചില ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാൻ സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടി വരും. അത് നമുക്ക് പഠിക്കാൻ വേറെ പ്രത്യേകിച്ച് ട്രിക്കുകളൊന്നുമില്ല. ഒരു ബേസിക് ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ ചിലപ്പോൾ കാണാപ്പാഠം ഇരുന്ന് പഠിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നന്നായി മെമ്മറൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് മെമ്മറിയിൽ നിൽക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഫിസിക്സിന്റെ ഭാഷയാണ് എന്തെന്ന് പറയണത് മാത്സ് എന്ന് പറയണത്. അപ്പൊ നമ്മൾ പല ഫങ്ഷൻസ് എഴുതാനും ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മാത്സ്. അതുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നുള്ളൊരു മൊഡ്യൂൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാത്സിന്റെ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഫോറിയർ സീരീസ് ഉണ്ട്, ബെസൽ, അങ്ങനെ സ്പെഷ്യൽ ഫംഗ്ഷന്റെ ഒരു വലിയ നിരയുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതിന്റെ ഓർത്തോഗണാലിറ്റി, റെക്കറൻസ് ഇക്വേഷൻ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സമയമെടുത്ത് കുറച്ചായിട്ട് തന്നെ ഈ മൊഡ്യൂൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒപ്പം തന്നെ പഠിച്ചു പോവുക, എന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം മനസ്സിലാക്കാനായിട്ടില്ല, പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ബുക്സ് HK ദാസിന്റെ ബുക്കും അതുപോലെ സത്യപ്രകാശ് സാറിന്റെ ബുക്കും ഒക്കെയാണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ നല്ല ബുക്സ് ആണ്. നിങ്ങൾ PG ക്ക് പഠിക്കുമ്പോൾ ആഫ്കൻ ആൻഡ് വെബർ എന്നുള്ളൊരു ബുക്ക് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലുണ്ട്. അപ്പോൾ അത് കുറച്ച് ടഫാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ബുക്സ് HK ദാസും സത്യപ്രകാശും ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ പ്രോബ്ലം സോൾവിങ്, അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിന്റെ പബ്ലിക്കേഷൻസിലുള്ള നെറ്റ് CSIR നെറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപകാർ അല്ലെങ്കിൽ അരിഹന്റിന്റെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഉപകാറിന്റെ ടെക്സ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ബുക്സ് ഒക്കെ റെഫർ ചെയ്യാം. ഞാൻ ബേസിക് ആയിട്ട് നോക്കുന്നത് ഈ 2 ബുക്കാണ്. ആഫ്ഗൻ ഈ ബുക്സ് ഒക്കെ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അധികം പ്രോബ്ലംസ് കണ്ടിട്ടില്ല. പക്ഷെ അത് ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം മറ്റോ ആണ്. ഞാൻ കഴിഞ്ഞ 3 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒരു പ്രോബ്ലം മാത്രമാണ് കണ്ടത്. പക്ഷെ മെട്രിസസിൽ 3-4 പ്രോബ്ലം വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3-4 പ്രോബ്ലം വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണോ? അപ്പോൾ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക് ആണ്. അപ്പോൾ വെക്ടേഴ്സ് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ എന്താണ് വെക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എന്താണ് വെക്ടർ, വെക്ടറിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ വെക്ടർ അഡീഷൻ, ട്രയാങ്കിളിലോ പാരലലോഗ്രാമിലോ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പൊ ഞാൻ ബേസിക് ആയിട്ട് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റംസ്, അതുപോലെ അതിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. അതായത് ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, രണ്ടാമത് ഏതാ നമുക്ക് പരിചയമുള്ള 3 കോർഡിനേറ്റ് സിസ്റ്റം?
ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയണത്? ഹലോ, യെസ് മാം. ആ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. പിന്നെ ഏതൊക്കെ സിസ്റ്റം ഉള്ളത്? ഏതൊക്കെ കോർഡിനേറ്റ് സിസ്റ്റം ഉള്ളത്? സ്പെറിക്കൽ, പോളാർ. ഓക്കെ, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, പിന്നെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയ സമയത്ത് നമ്മൾ ആദ്യം ലഗ്രാഞ്ചിന് എഴുതിയത് ഈ 3 സിസ്റ്റത്തിന്റെയാണ്. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കലിൽ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ഇതിന്റെ ബാക്കി നമ്മൾ മാത്തമാറ്റിക്കലിൽ പഠിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ആക്സിസ് XYZ ആക്സിസ് ആണ്. ഓക്കെ, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഒരു പൊസിഷൻ വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R ആണെന്ന്. ഓക്കെ, R എന്ന ഒരു പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് x ക്യാപ് പ്ലസ് y ക്യാപ് പ്ലസ് z ക്യാപ്. ഈ എക്സ് ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. വൈ ക്യാപ്പ് വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. സെഡ് ക്യാപ്പ് സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതുപോലെ നമ്മൾ എക്സ് ക്യാപ്പിനെ ഈ പോയിന്റ്, ഈ ഡിസ്റ്റൻസ് ആണ് ഇത് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. ഇതുപോലെ സെഡ് ആക്സിസിലും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെഡ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ് പ്ലസ് വൈ ക്യാപ് പ്ലസ് സെഡ് ക്യാപ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് പൊസിഷൻ വെക്ടർ പറഞ്ഞു. ഇനി എലമെന്ററി പൊസിഷൻ വെക്ടർ ആണ്. എലമെന്ററി പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൊസിഷൻ വെക്ടർ. ഓക്കെ, അതായത് ചെറിയ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ dr ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അപ്പൊ എക്സിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dx ആയിട്ട് മാറും, വൈയിലുള്ള ഡിസ്റ്റൻസ് dy ആയിട്ട് മാറും, അതുപോലെ സെഡിലുള്ള ഡിസ്റ്റൻസ് dz ആയിട്ട് മാറും. ഓക്കെ, സോ നമ്മളുടെ ഇക്വേഷൻ വരും dr is equal to dx x cap plus dy y cap plus dz z cap ആണ് നമ്മളുടെ എലമെന്ററി പൊസിഷൻ വെക്ടർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ലെങ്ത് എലമെന്റ് എന്താന്ന് നോക്കാം. ലെങ്ത് എലമെന്റ് dx dy dz ആണ്. ഓക്കെ, dx dy z ആണ് നമ്മുടെ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത്. അതായത് എക്സിലുള്ള സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dx ആണ്, വൈയിലുള്ളത് dy ആണ്, സെഡിലുള്ളത് dz ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മെട്രിക് എലമെന്റ് ആണ്. ഇവിടെയുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉള്ള മെട്രിക് എലമെന്റ് എന്ന് പറയുന്നത് h1 h2 h3 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. h1 h2 h3 എന്നാണ് നമ്മൾ മെട്രിക് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുക. അത് എന്ന് പറയുന്നത് 1 1 1 1 1 കോമ 1 കോമ 1 തന്നെയാണ് നമ്മുടെ മെട്രിക് എലമെന്റ് എന്ന് പറയുന്നത്. ഈ മെട്രിക് എലമെന്റ് യൂസ് എന്താണ് നമ്മൾ പിന്നീട് പറയാം കേട്ടോ. അപ്പൊ വോളിയം എലമെന്റ് എന്താന്ന് വെച്ചാൽ ലെങ്ത്തിന്റെ, 3 ലെങ്ത്തിന്റെയും മൾട്ടിപ്ലിക്കേഷൻ, 3 ലെങ്ത് എലമെന്റിന്റെയും പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വോളിയം എലമെന്റ് എന്ന് പറയുന്നത് dx dy dz ആണ്. ഓക്കെ, സോ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പൊസിഷൻ വെക്ടർ പറഞ്ഞു, എലമെന്ററി പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു, ലെങ്ത് എലമെന്റ് പറഞ്ഞു, മെട്രിക് എലമെന്റ് പറഞ്ഞു, വോളിയം എലമെന്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ള കോർഡിനേറ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം 3 ആക്സിസ് മതി, എക്സ് വൈ ഇസഡ് ആക്സിസ് മതി, മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ ഫൈ സെഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ തീറ്റ ഇല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. റോ ഫൈ സെഡ് എന്നാണ് നമ്മളുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇതില് റോ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ഈ പ്ലെയിൻ പോലെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയണത്? റോ എന്ന് പറയണത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയണത്? റോ എന്ന് പറയണത്. ഇതിന്റെ നിഴല് പോലെ വരുന്ന ഭാഗം ഇതും എന്താണ്? റോ തന്നെയാണ് കേട്ടോ.
ഇതും എന്താണ് റോ തന്നെ. ഒരു PVC കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മളുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ റോ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഫൈ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ റോ എന്നുള്ള ഒരു പ്ലെയിൻ പോലുള്ള ഒരു സംഭവം, പ്ലെയിൻ അല്ല, ആ ഒരു സർഫസ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ആ ആക്സിസ് തീറ്റ ആംഗിളിൽ കറങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെഡ് ആക്സിസിന് സെഡ് ആക്സിസ് ഫിക്സഡ് ആക്കി വെച്ച് കറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കിട്ടും. ഓക്കെ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് റോ ഫൈ സെഡ് ആണ്. ഓക്കെ, റോ ഫൈ സെഡ്. ഇതില് നമുക്ക് ഓരോ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഓരോ ആക്സിസ് ഉണ്ട്. ഇതിൽ നോക്കുക, ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈ. ഒരു സെക്കൻഡ്. നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റും അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സെഡ് ആക്സിസ് എന്ന് തന്നെയായിരിക്കും കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ സെഡ് ആക്സിസ് തന്നെയായിരിക്കും നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ സെഡ് ആക്സിസിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ഫൈ വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പോയിന്റ് പി എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ് പി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഫൈ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഈ ഫൈ എന്നുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ആ ഡിസ്റ്റൻസിലേക്കുള്ള ആംഗിൾ ആണ്. ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് പി കിടക്കുന്നത്, അല്ലെ? ഓക്കെ, നമ്മുടെ പോയിന്റ് പി കിടക്കുന്നത് ഇവിടെയാണ്. സോ ഈ പിയിലേക്ക് ഉള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഫൈ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ വെക്ടർ എന്ന് വിചാരിക്കുക. നമ്മളുടെ വെക്ടർ ഇതാണ്. വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്യാം, എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും റിസോൾവ് ചെയ്യാം. എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യാം, ആ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സിൽ എഴുതുക? R cos theta and R sin theta. ആർ കോസ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ. വൈ ആക്സിസിൽ ആർ സൈൻ തീറ്റ. അതുപോലെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ആണ്, അല്ലെ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ആണ്. സോ എക്സ് കോർഡിനേറ്റ് വരുന്നത് റോ കോസ് ഫൈ ആണ്. അതുപോലെ വൈ കോർഡിനേറ്റ് വരുന്നത് റോ സൈൻ ഫൈ ആണ് കേട്ടോ. ഓക്കെ, നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റത്തില് എക്സ് ആക്സിസ് വരുന്നത് റോ കോസ് ഫൈയും വൈ ആക്സിസ് വരുന്നത് റോ സൈൻ ഫൈ ആയിട്ടാണ്. ഓക്കെ, സെഡ് ആക്സിസിന് ചേഞ്ച് ഒന്നുമില്ല, സെഡ് ആക്സിസ് സെഡ് തന്നെയാണ്. അപ്പൊ നമ്മളുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി. നമ്മൾ കോർഡിനേറ്റ്സ് എഴുതി. എക്സ് എന്ന് പറയുന്നത് റോ കോസ് ഫൈ ആണ്, അതുപോലെ വൈ എന്ന് പറയുന്നത് റോ സൈൻ ഫൈ ആണ്. സെഡ് ആക്സിസ് എന്ന് പറയുന്നത് സെഡ് തന്നെയാണ്. നമുക്ക് വെക്ടർ ആറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള വെക്ടർ ആർ എന്ന് പറയുന്നത്. അതിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾക്ക് എന്ത് കൊടുക്കാം, റോ കോസ് ഫൈ എന്ന് കൊടുക്കാം. വൈന്റെ സ്ഥാനത്ത് റോ സൈൻ ഫൈ എന്ന് കൊടുക്കാം. സെഡിന്റെ സ്ഥാനത്ത് സെഡ് തന്നെ കൊടുക്കാം. സോ നമ്മുടെ പൊസിഷൻ വെക്ടർ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ പൊസിഷൻ വെക്ടർ എങ്ങനെയാ വരിക,
r cap is equal to rho cos phi x cap plus rho sin phi y cap plus z cap ആണ് പൊസിഷൻ വെക്ടർ വരുന്നത്. ഓക്കെ, ഇനി എലമെന്ററി പൊസിഷൻ വെക്ടർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഡി ആർ എന്ന് പറയുന്ന ടേം എന്താവും? സോറി, ആർ എന്ന് പറയുന്ന ടേം ഡി ആർ ആവും. റോ എന്ന് പറയുന്നത് ഡി റോ ആയി മാറും രണ്ട് സ്ഥാനത്തും. ഓക്കെ, ഈ സൈൻ ഫൈൻ കോസ് ഫൈ നമ്മൾ എടുക്കണില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡി ആർ ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് റോ ഡി ഫൈ ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് ഡി സെഡ് ആണ്. ഇതിൽ മൂന്നിലും നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എലമെന്ററി പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി വെക്കാം. അതിനു മുമ്പ് നമ്മൾ ലെങ്ത് എലമെന്റ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. നമ്മൾ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് ഡി റോ ആണ് എക്സ് ആക്സിസില്, റോ ക്യാപ്പില്, അതുപോലെ ഫൈ ക്യാപ്പിന്റെ പൊസിഷനിൽ റോ ഡി ഫൈ ആണ്, അതുപോലെ സെഡ് ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഡി സെഡ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ലെങ്ത് എലമെന്റ് ആണ്, അതുകൊണ്ടാണ് ചെറിയ വാല്യൂ ഡി റോ ഡി ഫൈ ഡി സെഡ് എന്നുള്ള വാല്യൂ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് എഴുതേണ്ടത് മെട്രിക്സ് എലമെന്റ് ആണ്. മെട്രിക് എലമെന്റ് എന്ന് പറയുമ്പോൾ H1, H2, H3ന്റെ വാല്യൂ വരുന്നത് 1 റോ 1 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ H1, H2, H3 എന്തായിരുന്നു പറഞ്ഞേ? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ 1 1 1 1 1 1 ആണ് വന്നത്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ 1 റോ 1 ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് വോള്യൂം എലമെന്റ് ആണ്. ആസ് യൂഷ്വൽ വോള്യൂം എലമെന്റ് എന്ന് പറയുന്നത് ലെങ്ത് എലമെന്റിന്റെ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ലെങ്ത് എലമെന്റിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. നമുക്കുള്ള ലെങ്ത് എലമെന്റ് ഡി റോ ഇൻറ്റു റോ ഡി ഫൈ ഇൻറ്റു ഡി സെഡ് ആണ്. അപ്പോൾ റോ പുറത്തെടുത്തു, ഡി റോ ഡി ഫൈ ഡി സെഡ്, അതാണ് നമ്മളുടെ വോള്യൂം എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ സിലിണ്ട്രിക്കൽ സിസ്റ്റം? അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നോക്കുക. നമ്മൾ 3 ആക്സിസ് വരച്ചിട്ടുണ്ട്. 3 ആക്സിസിൽ നമുക്ക് ഇവിടെ 2 ആംഗിൾ പറയുന്നുണ്ട്. ഓക്കെ, 2 ആംഗിൾ പറയുന്നുണ്ട്. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ആംഗിൾസ് ആണ്. അയ്യോ, തീറ്റയും ഫൈയും. ഓക്കെ, നമ്മുടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? തീറ്റയും ഫൈയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇതാണ് പി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ആക്സിസിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. പൊസിഷൻ വെക്ടർ ആർ ആണ്. ഓക്കെ, ആ പൊസിഷൻ വെക്ടർ ആറിന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഓക്കെ, പൊസിഷൻ വെക്ടർ ആറ് കൺസിഡർ ചെയ്യാം. ഈ പൊസിഷൻ വെക്ടർ ആറ് കൺസിഡർ ചെയ്യുമ്പോൾ ആ പോയിന്റ് നമ്മൾ നേരെ ഒരു പ്രൊജക്ഷൻ വരയ്ക്കാം. ഓക്കെ, നേരെ ഒരു പ്രൊജക്ഷൻ നമ്മൾ ഒരു പോയിന്റിലേക്ക് വരച്ചു. നേരെ ഒരു പ്രൊജക്ഷൻ നമ്മൾ ഒരു പോയിന്റിലേക്ക് വരച്ചു. ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ 2 പോയിന്റിലെയും ആംഗിൾ തീറ്റ ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ ആംഗിൾ തീറ്റയാണ്, കറസ്പോണ്ടിങ്ലി ഈ ആംഗിളും തീറ്റയാണ്. നമ്മൾ ഈ പ്രൊജക്ഷൻ വരച്ചു, ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർലി ഒരു ലൈൻ വരച്ചു. ഈ വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആക്കിയിട്ട് തിരിക്കാം. ഓക്കെ, ഈ തീറ്റ വെച്ചിട്ട് നമുക്ക് ആർ എന്നുള്ള വെക്ടറിനെ 2 കമ്പോണൻസ് ആക്കി തിരിക്കാം. ആർ കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും. ഓക്കെ, ഈ ആർ സൈൻ തീറ്റിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനാണ് എന്തെന്ന് പറയണത്? ഈ താഴെയുള്ള ആർ സൈൻ തീറ്റ ലൈൻ എന്ന് പറയണത്. ഓക്കെ, താഴെയുള്ള ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് മേലെയുള്ള ലൈനിന് നേരെ പാരലൽ ആയിട്ടുള്ള ലൈനാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ വരയ്ക്കണം. എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കുമുള്ള പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത്
ഈ വെക്ടർ ഇല്ലേ, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ആർ സൈൻ തീറ്റയാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്. നമ്മുടെ എക്സ് ആക്സിസിലേക്ക് എന്തുണ്ട്, ഒരു 5 ആംഗിള് പോകുന്നുണ്ട്. അപ്പൊ എക്സ് ആക്സിസ് എന്ത് വരും, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ, അതെന്താണോ ആ ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് അത് ഇൻറ്റു നമുക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ് കേട്ടോ. ഓക്കെ, അടുത്തുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് റിസോൾവ് ചെയ്യുമ്പോൾ കോസ് 5 ആണ് വരിക. അതുപോലെ നമുക്ക് എഗെയിൻസ്റ്റ് വൈ ആക്സിസിൽ എന്ത് വരും, വൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെയുള്ള ലെങ്ത് ആർ സൈൻ തീറ്റ, ഇനി ഫൈന്റെ ദൂരെയുള്ള കോർഡിനേറ്റ് ആണ്, ദൂരെയുള്ള കമ്പോണന്റ് ആണ്. സോ നമുക്ക് അവിടെ സൈൻ 5 എന്ന് വരും. ഓക്കെ, സോ നമ്മളുടെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് 5 ആണ്. വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ സൈൻ 5 ആണ്. സെഡിന്റെ കമ്പോണന്റ്, സെഡ് എന്ന് പറയുന്നത് എന്താണ്, ആർ കോസ് തീറ്റ ആണ്. ഈ വാല്യൂ ആണ് സെഡിന്റെ. ഓക്കെ, സെഡിന്റെ വാല്യൂ ഇതാണ്. സോ ആർ കോസ് തീറ്റ ആണ് എന്ത്, സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൺഫ്യൂഷൻ ആയി പോകും, മാറിപ്പോകും. അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എക്സ് ആൻഡ് വൈ സെഡ് ആക്സിസിലേക്ക് മാറ്റാന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് 2 ആംഗിൾസ് ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. ഓക്കെ, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്, അതിന്റെ പ്രൊജക്ഷൻ നമ്മൾ എഴുതി ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ. ഇനി അതിന് നേരെ നമ്മൾ അതിന് മേലെ നമ്മൾ ഒരു ലൈറ്റ് കത്തിച്ചു എന്ന് വെച്ചാൽ അതിന്റെ പ്രൊജക്ഷൻ അല്ല, അതിന് നിഴൽ താഴെ കാണില്ലേ, അതേപോലെ ആർ സൈൻ തീറ്റയ്ക്ക് നേരെ താഴെയായിട്ട് ആർ സൈൻ തീറ്റ പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ആ ലൈൻ ഉണ്ട്. ആ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുക, 2 കമ്പോണൻസ് ആക്കിയിട്ട് ഫൈന്റെ ഹെൽപ്പോട് കൂടിയിട്ട് 2 കമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിക്കുന്നു. അങ്ങനെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. സോ എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് വൈ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ, സെഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇതുവരെ ക്ലിയർ ആണോ? ഇതില് നമ്മൾ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത്, എക്സ് ക്യാപ്പ് ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആർ സൈൻ തീറ്റ കോസ് ഫൈ എഴുതി, വൈന്റെ സ്ഥാനത്ത് ആർ സൈൻ തീറ്റ സൈൻ ഫൈ എഴുതി, സെഡിന്റെ സ്ഥാനത്ത് ആർ കോസ് തീറ്റ സെഡ് ക്യാപ്പ് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എഴുതുന്നത്. ഇനി കറസ്പോണ്ടിങ്ങിലി നമുക്ക് എന്ത് എഴുതണം, എലമെന്ററി പൊസിഷൻ വെക്ടർ എഴുതണം. എലമെന്ററി പൊസിഷൻ വെക്ടർ എഴുതുന്ന സമയത്ത് നമ്മൾ ലെങ്ത് എലമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലമെന്ററി പൊസിഷൻ വെക്ടർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് ഡി ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ, ഇതാണ് ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് ഡി ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ് ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത്. എലമെന്ററി പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഡി ആർ ഇസ് ഈക്വൽ ടു dr into r cap plus r d theta theta cap r sin theta theta cap into d phi ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എലമെന്ററി പൊസിഷൻ വെക്ടർ എഴുതുക. നമ്മുടെ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കറസ്പോണ്ടിംഗ്ലി വരുന്ന മെട്രിക് എലമെന്റ് എന്ന് പറയുന്നത് 1 ആർ സൈൻ തീറ്റ ആണ്. ഓക്കെ, 1 ആർ സൈൻ തീറ്റ ആണ് നമ്മളെ മെട്രിക് എലമെന്റ്. H1 H2 H2 H3യുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെട്രിക് എലമെന്റ്. H1 H2 H3 എന്നാണ് നമ്മൾ മെട്രിക് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റിലെ നമ്മളുടെ മെട്രിക് എലമെന്റ് എന്ന് പറയുന്നത് 1 ആർ സൈൻ തീറ്റ ആണ്. ഓക്കെ, ഇനി വോള്യൂം എലമെന്റ് ഉണ്ട്. വോള്യൂം എലമെന്റ് ലെങ്ത് എലമെന്റിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ, ലെങ്ത് എലമെന്റ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോള്യൂം എലമെന്റ് കിട്ടും. ഓക്കെ, സോ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ആണ് നമ്മുടെ വോള്യൂം എലമെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചു. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആക്സിസുകൾ, എലമെന്റ് പൊസിഷൻ വെക്ടറുകൾ, ലെങ്ത് എലമെന്റ്, മെട്രിക് എലമെന്റ്,
വോള്യം എലമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഈ കാര്യം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? No, ma'am. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. മാത്സ് ആണ്, അപ്പൊ നമുക്ക് ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ബാക്കി പറയണതൊന്നും മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, സോ അടുത്ത പോർഷൻ ആണ് നമുക്ക് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ മേജർ ആയിട്ട് 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റ് നമ്മൾ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കെയിലാറിനെ വെക്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്കെയിലാറിനെ വെക്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ സ്കെയിലാറിനെ വെക്റ്റർ ആക്കി നമ്മൾ ഗ്രേഡിയന്റിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ ആണ്. ഓക്കെ, ഡെൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ ഗ്രേഡിയന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഗ്രേഡിയന്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ആണ് ഡെൽ ഈസ് ഈക്വൽ ടു E1 ക്യാപ് ബൈ H1. H1 എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് എലമെന്റ് ആണ്. ഡോ ബൈ ഡോ U1 പ്ലസ് E2 ക്യാപ് ബൈ H2 ഡോ ബൈ ഡോ U2 പ്ലസ് E3 ക്യാപ് ബൈ H3 ഡോ ബൈ ഡോ U3. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. കണ്ടു പേടിക്കണ്ട, നമുക്ക് എല്ലാ കോർഡിനേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കാം. ഓക്കെ, ഫോർമുലേറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലും സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിലും യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തില് നമ്മളുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു E1 ക്യാപ് ബൈ H1 ഡോ ബൈ ഡോ U1, E2 ക്യാപ് ബൈ H2 ഡോ ബൈ ഡോ U2, E3 ക്യാപ് ബൈ H3 ഡോ ബൈ ഡോ U3. ഇതില് E1, E2, E3 എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. E1, E2, E3 എന്ന് പറയുന്നത്. H1, H2, H3 അതിന്റെ മെട്രിക്സ് കോമ്പോണന്റ് ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എത്തുന്ന സമയത്ത് എക്സ് വൈ സെഡ് ആണ്. എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ് ആണ് എന്ത് E1, E2, E3 എന്ന് പറയുന്നത്. H1, H2, H3 എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എലമെന്റ് ആണ്. 1, 1, 1 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേഡിയന്റ് കിട്ടുക എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്, സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ആണ്. ഇത് നമ്മൾ ബേസിക്കലി ചെയ്തു വരുന്ന ഒരു ഇക്വേഷൻ ആണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ സിലിണ്ടറിക്കലും സ്പെറിക്കലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രേഡിയന്റ് ഓഫ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഡെൽ ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ് ഡോ ബൈ ഡോ എക്സ്, വൈ ക്യാപ് ഡോ ബൈ ഡോ വൈ, സെഡ് ക്യാപ് ഡോ ബൈ ഡോ ഇസഡ് ആണ്. ഇനി നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ E1, E2, E3 റോ ക്യാപ്, ഫൈ ക്യാപ്, സെഡ് ക്യാപ് ആണ് വരുന്നത്. H1, H2, H3 1 റോ 1 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, നമ്മളെ ഡെല്ലിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് റോ ക്യാപ് എന്ന് പറയുന്നത് E/H1 ആണ്. E1 by H1 പറയുമ്പോൾ റോ ക്യാപ് ബൈ 1. രണ്ടാമത് E2/H2 ഫൈ ക്യാപ് ബൈ റോ ഡോ ബൈ ഡോ ഫൈ പ്ലസ് സെഡ് ക്യാപ് ബൈ 1 ആണ് നമുക്ക് വരിക. സോ നമ്മുടെ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ക്യാപ് ഡോ ബൈ ഡോ റോ ഫൈ ക്യാപ് ബൈ റോ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഫൈ സെഡ് ക്യാപ് ഡോ ബൈ ഡോ സെഡ് ആണ്. ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നമുക്കൊരു ഇക്വേഷൻ തരികയാണെന്ന് വിചാരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഈ ഫോമിലാണെന്ന് വിചാരിക്കാം. അതായത്
ഫംഗ്ഷൻ എ ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ സെഡ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ യൂസ് ചെയ്യേണ്ട ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയന്റ് ആണ്. നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയന്റ് യൂസ് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അല്ല, നമുക്ക് നേരെ മറിച്ച് എ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. റോ സൈൻ ഫൈ ആണെന്ന് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിലാർ തന്നിട്ടുണ്ട്, ഒരു സ്കെയിലാർ തന്നിട്ടുണ്ട്. ആ സ്കെയിലാറിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഏതൊക്കെ കോർഡിനേറ്റ്സ് ആണ് ഉള്ളത് നോക്കാം. എക്സ് വൈ സെഡ് ആണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ ഗ്രേഡിയന്റ് യൂസ് ചെയ്യാം. ഇവിടെ റോ ഫൈ ആണ് തന്നിട്ടുള്ളത്. റോ ഫൈ ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ നോക്കണം സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് നോക്കണം. അതുപോലെ ആർ തീറ്റ ഫൈ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ. അല്ലാതെ ഈ സ്പെരിക്കലിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും സിലിണ്ട്രിക്കലിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഗ്രേഡിയന്റ് നോക്കാം. സ്പെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഗ്രേഡിയന്റ് നോക്കാൻ E1, E2, E3 എന്ന് പറയുന്നത് ആർ ക്യാപ്, തീറ്റ ക്യാപ്, ഫൈ ക്യാപ് ആണ്. H1, H2, H3 എന്ന് പറയുന്നത് 1R, R സൈൻ തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഡെല്ലിന്റെ ഇക്വേഷൻ എങ്ങനെ വരും, ആർ ക്യാപ് ബൈ 1 ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് തീറ്റ ക്യാപ് ബൈ ആർ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഫൈ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ. അപ്പോ E1 by H1, E2 by H2, E3 by H3 ഇതാണ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളത് നമ്മളുടെ കോർഡിനേറ്റ്സിലുള്ള കമ്പോണൻസ് ഏതാണോ അതിന്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുത്താൽ മതി. ബാക്കി ഈ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേംസ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ഗ്രേഡിയന്റ് എന്ന് തന്നിട്ടുണ്ടാവില്ല. ഗ്രേഡിയന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നുള്ള ഒരു മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഒരു സർഫസ് വിചാരിക്കുക. ആ സർഫസിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴാണ് കിട്ടുക, ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈനിലൂടെ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ പോയിന്റിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ നോർമൽ, ഒരു സർഫസിന്റെ നോർമൽ ആണ് എന്തെന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയും. വേറെ ഏത് ആംഗിളിൽ കൊടുത്താലും എന്ത് ചെയ്യും, അത് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് എത്തില്ല. ഓക്കെ, സോ ഒരു സർഫസിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു സർഫസിൽ നോർമൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേഡിയന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഗ്രേഡിയന്റ്, ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് ദ സിസ്റ്റം എന്നോ അങ്ങനെ സർഫസ്ന്നോ അങ്ങനെ ഒന്നും നമുക്ക് തരണമെന്നില്ല. മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂ, ഇല്ലെങ്കിൽ നോർമൽ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡെൽ ഫൈ നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽ ഫൈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആണ്. ഓക്കെ, എക്സ് വൈ സെഡ് ആണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഗ്രേഡിയന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റുള്ള ഗ്രേഡിയന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓപ്പറേറ്റർ എവിടെ ആക്ട് ചെയ്യണോ, ഫൈയിൽ കൊണ്ടുവന്ന് ആക്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓപ്പറേറ്റർ, അത് ഫൈയിൽ വന്ന് ആക്ട് ചെയ്യണം. പിന്നീട് കംപ്ലീറ്റ് നമ്മുടെ സ്റ്റെപ്പ് ആണ് എക്സ് ക്യാപ് ഈസ് ഈക്വൽ ഡോ ബൈ ഡോ ഫൈ പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ സെഡ് ക്യാപ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ സെഡ്. അപ്പൊ ഇതില് ഫൈന്റെ സ്ഥാനത്ത് നമ്മൾ ആ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കണം. ആ ഫംഗ്ഷൻ ഇട്ടെടുത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഫൈ കിട്ടും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് നോക്കാം. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തില് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോ സൈൻ ഫൈ ആണെന്ന് വിചാരിക്കാം. റോ സൈൻ ഫൈ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് റോയും ഫൈയും ആണ്. നമുക്ക് ഒരിക്കലും വേറെ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം.
അതിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫൈനെ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ റോ, അതിനുശേഷം ഫൈന്റെ വാല്യൂ റോ സൈൻ ഫൈ ആണ്. ഫൈ ക്യാപ് ഇൻറ്റു ഡിവൈഡ് ബൈ റോ ഡോ ബൈ ഡോ ഫൈ റോ സൈൻ ഫൈ ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഫൈ ഇവിടെ ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. ബാക്കി നമുക്ക് കിട്ടുന്ന ഡെൽ ഫൈ എന്ന് പറയുന്നത് സൈൻ ഫൈ റോ ക്യാപ് പ്ലസ് കോസ് ഫൈ ഫൈ ക്യാപ് ആണ്. ഓക്കെ, ഇത് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കും. ഇതുപോലെ നമുക്ക് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും എന്തുണ്ടാക്കാം, ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു യൂണിറ്റ് വെക്ടർ നോർമലിന് ഒരു സർഫസിന് നോർമൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രേഡിയന്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദി ഗ്രേഡിയന്റ് ആണ് കേട്ടോ. ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് വെക്ടർ നോർമലിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. നമ്മൾ സാധാരണ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ഇനി അടുത്തതാണ്, ഇത്രയാണ് ഗ്രേഡിയന്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളതാണ് ഡൈവേർജന്റ്. ഗ്രേഡിയന്റ് ക്ലിയർ ആണോ? പറഞ്ഞു. നേരത്തെ സ്ലൈഡ് ഒന്ന് എടുക്കോ, ചെയ്ത ആൻസർ ഒന്ന് നോക്കാനും കറക്റ്റ്. കാർട്ടീഷ്യന്റെ ആണോ? കിട്ടിയാ? ഓക്കെ മാം. ഓക്കെ, അടുത്തത് ഗ്രേഡിയന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡൈവേർജന്റിലേക്ക് പോകണം. ഓക്കെ, സെക്കൻഡ് ഓപ്പറേറ്റർ ആണ് ഡൈവേർജന്റ്. ഡൈവേർജന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വെക്ടറിൽ നിന്ന് നമുക്ക് സ്കെയിലാറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഡൈവേർജന്റ് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം. ഓക്കെ, ഗ്രേഡിയന്റ് ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു സ്കെയിലാറിൽ നിന്ന് എന്ത് പറ്റി, ഒരു സ്കെയിലാറിൽ നിന്ന് വെക്ടറിലേക്കാണ് നമ്മളുടെ ഇക്വേഷൻ പോയത്. ഡൈവേർജന്റ് വരുന്ന സമയത്ത് വെക്ടറിൽ നിന്ന് സ്കെയിലാറിലേക്ക് പോകും. ഇനി ഇത് ഡൈവേർജന്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ആണ്, ജനറൽ ഇക്വേഷൻ ആണ് del dot A is equal to 1 by H1 H2 H3 into dou by dou U1 A1 H1 H2 H3 plus dou by dou U2 A2 H1 H3 plus dou by dou U3 into A3 into H1 H2. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. A1 എടുത്തു കഴിഞ്ഞാൽ H1 ഇല്ല, H2 H3 ഇടുക. A2 എടുത്തു കഴിഞ്ഞാൽ H1ഉം H3യും ഇടുക. A3 എടുത്തു കഴിഞ്ഞാൽ H1ഉം H2 ഇടുക. H3 ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഡൈവേർജന്റ് ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കാർട്ടീഷ്യനിലും സിലിണ്ടറിക്കലിലും അതുപോലെ സ്പെറിക്കലിലും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, ഡൈവേർജന്റ് ഓഫ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡൈവേർജന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിന്റെ E1 E2 E3 അറിയണം, H1 H2 H3 അറിയണം. ബേസിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വെക്ടർ എ എന്ന് വിചാരിക്കാം. ആ വെക്ടർ എ എന്ന് പറയുന്നത് AX X ക്യാപ് AY Y ക്യാപ് AZ Z ക്യാപ് ആണെങ്കിൽ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഡോ ബൈ ഡോ എക്സ്. നമുക്ക് ഡെൽ ഡോട്ട് എ ആണ്, അപ്പൊ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിലാർ ആയിരിക്കും ആൻസർ കിട്ടുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എ സെഡ്. സോ നമ്മുടെ ഫംഗ്ഷൻ എ എന്ന് പറയണത് എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ സ്ക്വയർ വൈ ക്യാപ് പ്ലസ് സെഡ് സ്ക്വയർ സെഡ് ക്യാപ് ആണെന്ന് വിചാരിക്കാം. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വാല്യൂ വരും. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, എ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ആണ്. ഓക്കെ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡൈവേർജന്റ് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എല്ലാം നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡെൽ ഡോട്ട് എ എടുക്കുന്നത്.
സോ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 1 + 2y + 2z ആണ്. 2y + 2z ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഡൈവേർജന്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ നമ്മളുടെ ഡൈവേർജന്റ് എന്ന് പറയുന്നത് E1, E2, E3, റോ ക്യാപ്, ഫൈ ക്യാപ്, സെഡ് ക്യാപ് ആണ്. H1, H2, H3, 1 റോ 1 ആണ്. ഓക്കെ, നമ്മുടെ ജനറൽ ഇക്വേഷനിൽ ഇടുന്ന സമയത്ത് ഞാനത് ഒരുപാട് ലെങ്തി ആയിട്ട് എഴുതിയിട്ടില്ല, ഫൈനൽ ഇക്വേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് എ റോ ക്യാപ് പ്ലസ് എ ഫൈ ക്യാപ് പ്ലസ് എ സെഡ് ക്യാപ്. ഇത് എ റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണന്റ് എ എക്സ് പോലത്തെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് കേട്ടോ. അപ്പൊ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് വരും? ഡെൽ ഡോട്ട് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 1 റോ ഡോ ബൈ ഡോ റോ ഓഫ് എ റോ ഇൻറ്റു റോ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു എ ഫൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എ സെഡ് ഇൻറ്റു റോ ആണ് നമുക്ക് ഫൈനലായി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് ഡൈവേർജന്റ് ഓഫ് എ സ്ഫെറിക്കൽ കോർഡിനേറ്റ് എഴുതാം. E1, E2, E3 വാല്യൂ ആർ ക്യാപ്, തീറ്റ ക്യാപ്, ഫൈ ക്യാപ് ആണ്. H1, H2, H3 എന്ന് പറയുന്നത് 1 R സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് മെട്രിക്സ് എലമെന്റും ആ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഡെൽ ഡോട്ട് എ എന്ന് പറയുന്ന വാല്യൂ ഡൈവേർജൻസ് വരുന്നത് 1/r², അതായത് H1, H2, H3 മൾട്ടിപ്പിൾ ആണ്. സോ r² സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ, r² സൈൻ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ എ തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു എ ഫൈ ഇൻറ്റു ആർ ആണ് നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഡൈവേർജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടും. വാല്യൂസ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോണത് കേൾ ആണ്. കേൾ എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന പോലെ ഒരു സിസ്റ്റം ആണ്. അതായത് നമുക്ക് ഇതിന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വെക്റ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതായത് ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡെൽ ക്രോസ് എ ആണ് നമ്മൾ ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ A1 E1 ക്യാപ്, E1 ക്യാപ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതായത് എക്സ് ആണെങ്കിൽ എക്സ് ക്യാപ്, റോ ആണെങ്കിൽ റോ ക്യാപ്, അങ്ങനെ നമ്മൾ ആ കോർഡിനേറ്റിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് E1 ക്യാപ്, E2 ക്യാപ്, E3 ക്യാപ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ വരുന്നത് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 1/H1, H2, H3 ഇൻറ്റു determinant of H1 E1 cap, H2 E2 cap, H3 E3 cap, dou by dou U1, dou by dou U2, dou by dou U3. തേർഡ് റോയിൽ വരുന്നതാണ് H1 A1, H2 A2, H3 A3. ഇത് നമുക്ക് H1-ന്റെയും E1-ന്റെയും വാല്യൂ, E1, E2, E3 വാല്യൂ അറിയാം, H1, H2, H3 വാല്യൂ അറിയാം. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കോർഡിനേറ്റ്സിന്റെയും കേൾസിന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് കേൾ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കേൾ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഡെൽ ക്രോസ് എ ഇടണോ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമ്മൾ എക്സ് ക്യാപ് ആണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോ ബൈ ഡോ വൈ ഓഫ് എ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എ വൈ എന്നാണ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വാല്യൂ പോസിറ്റീവ് ആണ്, സെക്കൻഡ് വാല്യൂ നെഗറ്റീവ് ആണ്, തേർഡ് വാല്യൂ പോസിറ്റീവ് ആണ് ഡിറ്റർമിനന്റ് എടുക്കുന്ന സമയത്ത്. സോ പ്ലസ് എക്സ് ക്യാപ് ഡോ ബൈ ഡോ വൈ എ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ വൈ എ വൈ ആണ് വരിക. ഓക്കെ, വൈ ക്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വൈ ക്യാപ്പ് വരുന്ന സമയത്ത് ഈ കോളവും ഈ റോയും നമ്മൾ ഒഴിവാക്കും. അപ്പൊ മൈനസ് വൈ ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എ എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ കമ്പോണൻസ് ഇതിനെ സോൾവ് ചെയ്യണത്. അതുപോലെ സെഡ് ക്യാപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെഡ് ക്യാപ്പ് വരുമ്പോൾ ഈ റോയും ഇല്ല, ഈ കോളവും ഇല്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് എ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ ഇസഡ്.
ഡിറ്റർമിനന്റ് ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഡെൽ ക്രോസ് എ. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ കേൾ എന്ന് പറയുന്നത്. അടുത്തത് കേൾ ഓഫ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേള് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. E1 E2 E3 റോ ഫൈ സെഡ്. നമുക്ക് ഫസ്റ്റ് റോ വരുന്നത് റോ ക്യാപ്പ് റോ ഫൈ ക്യാപ്പ് സെഡ് ക്യാപ്പ് ആണ്. ഓക്കെ, സെക്കൻഡ് വരുന്നത് ഡോ ബൈ ഡോ റോ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ സെഡ്. മൂന്നാമത്തെ വരുന്നത് എ റോ എ ഫൈ എ സെഡ് ആണ്. ഈ 3 കമ്പോണന്റ്. ഓക്കെ, ഇത് ഡയറക്റ്റ് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ക്രോസ് എ എന്നുള്ള വാല്യൂ, അതായത് കേൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെയും കേള് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെയാണ് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അറിയണമെന്നില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ആ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, 3 കോർഡിനേറ്റ് സിസ്റ്റം, അതിന്റെ 5 കാര്യങ്ങൾ: പൊസിഷൻ വെക്ടർ, എലമെന്ററി പൊസിഷൻ വെക്ടർ, ലെങ്ത് എലമെന്റ്, മെട്രിക്സ് എലമെന്റ്, വോളിയം എലമെന്റ്. ഈ 5 കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ എഴുതാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ജനറൽ ബേസിക് ഫോർമുല പഠിച്ചാൽ മതി. അതായത് ഡൈവേർജൻസിന്റെ ഒരു ഫോർമുല, ഗ്രേഡിയന്റിന്റെ ഒരു ഫോർമുല, അതുപോലെ കേളിന്റെ ഒരു ഫോർമുല. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ 9 ഇക്വേഷനും കൂടിയിട്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ജനറൽ ഉള്ള ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കേൾ കണ്ടുപിടിക്കാം. ഓക്കെ, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ കേൾ ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ വാല്യൂ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ആർ ക്യാപ്പിന്റെ ഭാഗം പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ആർ ക്യാപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഇവിടെ ഡോ ബൈ ഡോ തീറ്റ ഓഫ് ആർ സൈൻ തീറ്റ എ ഫൈ വരും, ഡോ ബൈ ഡോ ഫൈ ഓഫ് ആർ എ തീറ്റ വരും. ഇതുപോലെ സിമിലർലി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കമ്പോണൻസും വരും. അപ്പോൾ ഇത്രയാണ് ഗ്രേഡിയൻ, ഡൈവേർജൻസ്, കേളിൽ പറയാനുള്ളത്. ലാസ്റ്റ് കുറച്ച് എന്താ പറയാ, നമുക്കിത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഐഡിയ വരിക. ഓക്കെ, അപ്പോ ഇതുവരെ എടുത്തതിലോ പറഞ്ഞതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, സിലിണ്ടറിക്കൽ സിസ്റ്റത്തിന്റെ ഡൈവേർജൻസ് കാണിക്കും. ഞാൻ നോട്ട്സ് ഇടാം കേട്ടോ. സിലിണ്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഡൈവേർജൻസ് ഇതല്ലേ, ഇത് ക്രോസ് അല്ല കേട്ടാ. അയ്യോ, ഒരു സെക്കൻഡ്. ഡൈവേർജന്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ എ റോ ഇൻറ്റു റോ ആണ് കേട്ടോ, ഇവിടെ ക്രോസ് അല്ല. ഇത് നമുക്ക് കിട്ടുന്നത് ഡൈവേർജൻസ്, ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് അല്ല നമുക്ക് കിട്ടുന്നത് കേട്ടോ. ക്രോസ് അല്ല നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ആൻസർ സ്കെയിലർ ആണല്ലോ. ഇത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ക്രോസ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ മാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. 3 കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു, നമ്മള് ഗ്രേഡിയന്റ് പറഞ്ഞു, ഡൈവേർജന്റ് പറഞ്ഞു, കേൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ, ബേസിക് ഇക്വേഷൻസ് നന്നായി പഠിക്കുക. 3 കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുക, അതിന്റെ ആക്സിസ്, അതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അതിന്റെ 5 ടേംസും വരും. അതിനുശേഷം നമുക്ക് 3ന്റെയും, അതായത് ഗ്രേഡിയന്റിന്റെയും ഡൈവേർജന്റിന്റെയും കേളിന്റെയും ബേസിക് ഇക്വേഷൻ പഠിക്കാം. ബാക്കി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. കാണാപ്പാഠം പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് സോൾവ് ഔട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. മാം, ആ ടെലഗ്രാമില് അത് ഏതാ ഗ്രൂപ്പ്? ടെക്സ്റ്റ് കിട്ടുന്ന പറഞ്ഞു. സയന്റിഫിക് ഓഫീസറിന്റെ ഗ്രൂപ്പില് അതിന്റെ ലിങ്ക് ഉണ്ട്. അതില് ഞാൻ സിനർജിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സിനർജി എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ
സയന്റിഫിക് ഓഫീസറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ഉണ്ട്, ആഫ്കിന്റെ ടെക്സ്റ്റ് ഉണ്ട്. മാം അതിന്റെ ലിങ്ക് ഉണ്ടോ? ടെലഗ്രാം അത് ഇടാൻ പറയാം കേട്ടോ. ആ ഓക്കെ. ടെലഗ്രാമിൽ പോയി ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. എന്താ പേര്, എന്താ ഗ്രൂപ്പിന്റെ? സിനർജി എന്നുള്ള ഒരു ഗ്രൂപ്പിൽ കുറെ നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പിന്റെ പേര്, സയന്റിഫിക് ഓഫീസറിന്റെ ഗ്രൂപ്പിലും ഉണ്ട്. ഓക്കെ സയന്റിഫിക് ഓഫീസർ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.